ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. എംസിഗ്മയുടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സെഷനിലോട്ടാണ് നിങ്ങളെപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ഓക്കെ, ആ സെഷൻ്റെ പേരെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? വേറൊന്നുമല്ല, ഇറ്റ്സ് കോൾഡ് ഏൺ വൈൽ യു ലേൺ. ഓക്കെ, ഏൺ വൈൽ യു ലേൺ. അപ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ, ആ ഫ്രേസിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാം അല്ലേ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എങ്ങനെ ഉണ്ടാക്കാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലതും നമ്മുടെ പോക്കറ്റ് മണിക്ക് ആവശ്യമുള്ള കുറച്ച് പൈസയോ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഒരു സിനിമയ്ക്ക് പോകാനുള്ള കുറച്ച് പൈസയോ, ഫ്രണ്ട്സ് ഒത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിക്കാനുള്ള പൈസയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ ഒരു ജോലി കിട്ടുന്ന ഒരു ബിടെക് കോഴ്സ് പോലത്തെ ഒരു കോഴ്സ് 4 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണമോ, അതോ അതിന് മുമ്പേ തന്നെ ചെറിയ രീതിയിൽ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്ത് നമുക്കിത് അച്ചീവ് ചെയ്ത് പോകാമോ? അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ അല്ലേ? അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ചുമ്മാ ആർക്കും പൈസ തരത്തില്ല അല്ലേ. ഈ ലോകത്ത് ആർക്കും ചുമ്മാ പൈസ തരത്തില്ല. സ്വന്തം അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആർക്കും പൈസ തരത്തില്ല. അതിനെന്ത് വേണം? നമുക്ക് ആ പൈസ തരാനായിട്ടുള്ള നെസസറി ആയിട്ടുള്ള സ്കിൽ സെറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരും നോക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊരു മേഖലയിൽ പോയാലും IT ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എടുത്തിട്ടൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവുകയാണ്, അല്ലെങ്കിൽ സിവിൽ എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ആവുകയാണ്, ഏതെടുത്താലും നമുക്കൊരു നെസസറി സ്കിൽ സെറ്റ് ഉണ്ടോ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അല്ലേ. ആ നെസസറി സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മളിപ്പം നെസസറി സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞാലും ഒരു കാര്യമില്ല അല്ലേ. നമുക്ക് ആ നെസസറി സ്കിൽ സെറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ആവശ്യം? നെസസറി സ്കിൽ സെറ്റാണ്. സോ ഈ ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ ഏൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിന് ആവശ്യമുള്ള നെസസറി സ്കിൽ സെറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം അതിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെസസറി സ്കിൽ സെറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളൊരു ജോലിയിലോട്ട് ഇറങ്ങുമ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഡിസൈനറാണെന്ന് വയ്ക്കുക, ഞാൻ അല്ലെങ്കിൽ ഒരു എഡിറ്റർ ആകാം, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം, എന്തൂസിയാസ്റ്റ് ആയിരിക്കാം അല്ലേ. അങ്ങനെ പല പല മേഖലകളുണ്ട്. ഇതിൽ ഏതിലാണോ എനിക്ക് ഇൻട്രസ്റ്റ് അതനുസരിച്ചുള്ള ഒരു നീഷ് സ്കിൽ സെറ്റ് ഞാൻ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന കുറേ ടൂളുകളും ഈ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ കുറേ കുട്ടികൾക്ക് കാര്യം അറിയത്തില്ല. മനസ്സിലായില്ലേ? ഈ കുറേ കുട്ടികൾക്ക് ഈ +2 കഴിഞ്ഞിട്ട് എത്തുമ്പോഴത്തേക്ക് എങ്ങനെ സമ്പാദിക്കണം എന്നുള്ള ദേ ഡോണ്ട് നോ. എന്തൊക്കെ ഫ്രീ ടൂൾസ് ആണ് അവരുടെ മുമ്പിൽ ഉള്ളതെന്നോ, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ അവർക്ക് ഈ ടൂൾസിനെ ഉപയോഗിച്ച് അവരുടെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാമെന്നോ ഒന്നും അവർക്ക് അറിയത്തില്ല. അവരുടെ തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരുടെ തെറ്റല്ല, അവയർനെസ് ഇല്ലാത്തതാണ് അതിൻ്റെ ഒരു വലിയൊരു ഘടകം അല്ലേ. അവിടെയാണ് നമ്മുടെ ഈ ലേൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. വേർ ഐ വിൽ ക്രിയേറ്റ് യു ദ നെസസറി അവയർനെസ്. ഓക്കെ, ആ അവയർനെസ് കൊണ്ടുവരാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഫൈൻ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നോക്കാം എന്തൊക്കെ സ്കിൽ സെറ്റ് വേണമെന്ന്. സോ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഡിസൈനറാണെന്ന് വയ്ക്കുക, നിങ്ങൾക്ക് ഡിസൈനിങ് താല്പര്യമുള്ളൊരു വ്യക്തിയാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് താല്പര്യമുള്ളൊരു വ്യക്തിയാണെന്ന് വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടേതായ കുറച്ച് വർക്കുകൾ അല്ലേ, സ്വയമായിട്ട് നമ്മൾ പഠിച്ച കുറച്ച് വർക്കുകൾ നമുക്ക് ആരെങ്കിലും കാണിക്കാൻ ഉണ്ടാവണം അല്ലേ. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കമ്പനിയിൽ പോയിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എനിക്ക് ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ ആപ്പിൻ്റെയോ വെബ്സൈറ്റിൻ്റെയോ ഒക്കെ UI ചെയ്തു തരാൻ പറ്റും എന്ന് പറയുക. UI എന്ന് പറയുന്നത് എന്താണ്? യൂസർ ഇൻ്റർഫേസ് അല്ലേ. അത് ചെയ്തു തരാൻ പറ്റുമെന്ന് പറയുക. അപ്പോൾ ആ കമ്പനിയുടെ ആ CEO അല്ലെങ്കിൽ HR മാനേജറോ ആദ്യം ചോദിക്കുന്ന കാര്യമാണ്, ശരി നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് നീ പറയുന്നു, നിൻ്റെ വർക്ക് എവിടെ അല്ലേ. ഫസ്റ്റ് ചോദ്യമാണ് നിൻ്റെ വർക്ക് എവിടെ അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ഏതൊരു ജോലിക്ക് പോകുമ്പോഴും ഒരു പോർട്ട്ഫോളിയോ വേണം അല്ലേ. ഒരു പോർട്ട്ഫോളിയോ, എസ്പെഷ്യലി ഒരു ഡിസൈനർ ആണെങ്കിലോ ഒരു എഡിറ്റർ ആണെങ്കിലോ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് എന്താണെന്ന് അറിയാമോ? ഒരു നല്ലൊരു അട്രാക്റ്റീവ് പോർട്ട്ഫോളിയോ. മനസ്സിലായില്ലേ? ഈ ഡിസൈൻ, എഡിറ്റിംഗ് പോലെയുള്ള സ്കിൽസ് അല്ലെങ്കിൽ അതേപോലത്തെ കാര്യങ്ങൾ നമുക്ക് ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, സ്വയം പഠിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം ഇറ്റ് ഈസ് മോർ ക്രിയേറ്റീവ് ഓറിയൻറ്റഡ്, കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി ഉള്ള വർക്കുകളാണ് ഈ പറയുന്ന ഡിസൈൻ ഓറിയൻറ്റഡ് ജോലികൾ. UI UX ഡെവലപ്പർ എഞ്ചിനീയേഴ്സ്, അതേപോലെ എഡിറ്റേഴ്സ്, പിന്നെ ഡിസൈനേഴ്സ്, പോസ്റ്റർ ഡിസൈനേഴ്സ്, ബാനർ ഡിസൈനേഴ്സ്, ഇവരുടെ വർക്ക് കുറേ കൂടെ ക്രിയേറ്റീവ് ഓറിയൻറ്റഡ് ആണ്. മനസ്സിലായില്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ല എന്ന്, പക്ഷേ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മനസ്സിലായില്ലേ? നമുക്കൊരു പുഷ് കിട്ടുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും? വളരെ ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. എങ്ങനെയെന്നറിയോ? നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുക, വേറെ ഒന്നും വേണ്ട. യൂട്യൂബിൽ ഒരു ഫോട്ടോഷോപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽസ് ഒരു 10,000 വീഡിയോസ് ഒക്കെ കിട്ടും. ഓക്കെ, അതേപോലെ ഈ പറഞ്ഞ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോ, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. മനസ്സിലായില്ലേ? എഡിറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന കുറേ ടൂൾസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം എൻഡ് ടു എൻഡ് A to Z
എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോസ് നിങ്ങളുടെ യൂട്യൂബിലുണ്ട്. ഓക്കെ, യൂട്യൂബിൽ മാത്രം പോവുക, ഫ്രീ ആയിട്ട് ഈ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുക, അല്ലേ? ഫ്രീ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഗ്മ പോലത്തെ ടൂൾസ് ഉപയോഗിക്കണം കേട്ടോ. ഫിഗ്മ, ഈ പറഞ്ഞതുപോലെ ഫോട്ടോഷോപ്പ്, ഈ പറയുന്ന എല്ലാ ടൂൾസിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഈ പറഞ്ഞു പോകുന്ന ഓരോ പോയിന്റിലും പറഞ്ഞു പോകുന്ന ഓരോ ടൂൾസിൻ്റെയും ടൈം സ്റ്റാമ്പ് വെച്ച് അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് പിന്നെ പോയി റെഫർ ചെയ്യാം. ഫൈൻ, ഓക്കെ. അപ്പോൾ ഈ ഫിഗ്മ പോലത്തെ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ യൂട്യൂബ് നോക്കി പഠിക്കുകയാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ഉപയോഗിക്കാൻ എനിക്കറിയാം. ഇനി ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കണം, അല്ലേ? ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കണം എന്നുള്ളത് ആരും പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അതൊരു ക്രിയേറ്റീവ് ഫാക്ടറാണ്, അല്ലേ? ഇപ്പോൾ ഒരു എട്ട കമ്പനി ഉണ്ടെന്ന് വയ്ക്കാം. ഒരു എട്ട കമ്പനി ഉണ്ട്. ആ എട്ട കമ്പനിയുടെ റിക്വയർമെൻറ്റ് എന്തായിരിക്കും? അവരുടെ ക്ലാസ്സുകൾ കുട്ടികളിലോട്ട് എത്തിക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം വേണം, അല്ലേ? അവരുടെ ക്ലാസ്സുകൾ കുട്ടികളിലോട്ട് എത്തിക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു ഡിസൈൻ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഈ കമ്പനിയിൽ നിങ്ങൾ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യം എന്താണോ എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു റിസർച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആ എട്ടെക് കമ്പനി പഠിപ്പിക്കുന്നത് 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയാണെന്ന് വയ്ക്കുക. നിങ്ങൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോവുകയാണ്. ഓക്കെ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്, അതിന് മുമ്പും ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പണായി വരും, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനിയിലെ റിക്വയർമെൻറ്റ് അവരെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യുക. അവർ 1ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണോ പഠിപ്പിക്കുന്നത്? ബിടെക് ആണോ പഠിപ്പിക്കുന്നത്? നീറ്റിനാണോ ട്രെയിനിങ് കൊടുക്കുന്നത്? മെഡിസിൻ്റെ ആണോ കൊടുക്കുന്നത്? CA ആണോ? BComനാണോ? ACC ആണോ? എന്തായിക്കോട്ടെ, അല്ലേ? അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിക്കുക. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു സാമ്പിൾ, മനസ്സിലായില്ലേ? അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടൊരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ സാമ്പിളുമായിട്ട് ഏതൊരു കമ്പനിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലും നിങ്ങളുടെ സാമ്പിളിന് വെയിറ്റ് ഉണ്ടെങ്കിൽ, ദം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ജോലി കിട്ടിയിരിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഈ ടെക് ഇൻഡസ്ട്രി ആയാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് മാറ്റേഴ്സ് ഇസ് സ്കിൽസ്, അല്ലേ? ഗ്രാജുവേഷനും ഈ പറയുന്ന പോലെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനെല്ലാത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ് നെസസറി സ്കിൽ സെറ്റ്, അല്ലേ? അപ്പോൾ ഒരു കമ്പനി നോക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ നെസസറി സ്കിൽ സെറ്റ് ഉണ്ട്. പക്ഷേ പോട്ടെ, അവൻ്റെ ഗ്രാജുവേഷൻ ഇല്ല, അവൻ ഗ്രാജുവേറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, ഫസ്റ്റ് ഇയർ പയ്യനാണ്, പക്ഷേ അവന് പണി അറിയാം. അവന് പണി അറിയാമെന്ന, അല്ലെങ്കിൽ അവൾക്ക് പണി അറിയാം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി നിങ്ങൾക്ക് എന്തുകൊണ്ട് തരാതിരിക്കണം, അല്ലേ? അവർക്ക് ആവശ്യമുള്ള സാധനം ഒരു പക്ഷേ ഒരു ഗ്രാജുവേറ്റിന് കൊടുക്കുന്ന അത്രയും പൈസ നിങ്ങൾക്ക് തരേണ്ട ആവശ്യം വരത്തില്ലായിരിക്കാം, അല്ലേ? കുറച്ചേ പൈസ കിട്ടത്തുള്ളായിരിക്കാം. പക്ഷേ അങ്ങനെ ആലോചിക്കുന്ന കമ്പനീസ് ഉണ്ടാവും, അല്ലേ? ഇവന് ചിലപ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ മതി, ഇവൻ ഗ്രാജുവേറ്റ് അല്ലെന്നല്ലേ ഉള്ളൂ, പയ്യന് പണി അറിയാം, പയ്യനെ കൊണ്ട് പണി എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. അങ്ങനെ വരുമ്പോൾ അവിടെ വിൻ വിന്നാണ്, അല്ലേ? ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ കമ്പനിയെ അപ്രോച്ച് ചെയ്യുകയാണ്. ആ കമ്പനി അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്? ആ കമ്പനി നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. കാരണം എന്താ? ഇറ്റ്സ് എ വിൻ വിൻ ഫോർ ദം, അല്ലേ? ഇത് നടക്കണമെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ദം ഉണ്ടാവണം, ഒരു വെയിറ്റ് ഉണ്ടാവണം, അല്ലേ? അവർ കണ്ടാൽ അവർ ഇടിച്ച് വീഴണം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇത് ഒരു ഡിസൈനറിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഒരു ഡിസൈനറിന് എവിടെയൊക്കെ ആയിരിക്കും ഈ പോർട്ട്ഫോളിയോ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആൾക്കാരെല്ലാവരും കാണിക്കണ്ടേ എൻ്റെ വർക്ക് ഇതാണ് എന്ന് കാണിക്കാനായിട്ട് എവിടെയൊക്കെ ഡിസ്പ്ലേ ചെയ്യാം? അതിന് 1-2 നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഓക്കെ, വൺ വെരി കോമൺ പ്ലാറ്റ്ഫോം ഇസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിങ്ക്ഡിൻ, അല്ലേ? ലിങ്ക്ഡിൻ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നെറ്റ്വർക്കിങ്ങിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ലിങ്ക്ഡിൻ. ഓക്കെ, ലിങ്ക്ഡിൻ മാക്സിമം യൂസ് ചെയ്യുക ഈ ഒരു നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഫൈൻ. അതുപോലെ തന്നെ ഡിസൈനേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബിഹാൻസ്, അല്ലേ? ഈ ബിഹാൻസിനെ പറ്റി കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, അല്ലേ? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ എന്താണ് കേട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ അറിയാവുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ ബിഹാൻസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ബിഹാൻസ് എന്താണ് സംഭവം? ബിഹാൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഡിസൈനേഴ്സിൻ്റെ ഒരു ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ആണെന്ന് കൂട്ടുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴോ ഓണത്തിൻ്റെ പരിപാടി നടക്കുമ്പോഴോ നമ്മൾ നല്ല നല്ല ഫോട്ടോകളെടുത്ത് ലോകത്തിലെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കാണാൻ വേണ്ടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, അല്ലേ? അതേപോലെ നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ പോർട്ട്ഫോളിയോ ലോകത്തിനെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്നത് ബിഹാൻസ്. ഓക്കെ, അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡിസൈൻ കിഡിലാണെങ്കിൽ, നിങ്ങളുടെ ഡിസൈനിൽ ആ പറയുന്ന ദം ഉണ്ടെങ്കിലേ
നിങ്ങളായിട്ട് പോയി ജോലി കണ്ടുപിടിക്കേണ്ട. വെയിറ്റ് ഉണ്ടെങ്കിൽ, ആ പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളെ തേടി കമ്പനികൾ ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? ഈ വിവരമുള്ള കമ്പനി, ഇപ്പോൾ ഞാനൊരു കമ്പനി എടുത്താണെങ്കിൽ ലോജിക്കലി ആലോചിച്ചാൽ എനിക്കൊരു ഡിസൈനറിനെ വേണം. എൻ്റെ വിസിനിറ്റിയിലോ എൻ്റെ പരിചയത്തിൽ നല്ല ഡിസൈനറിനെ കിട്ടിയില്ല എനിക്ക്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ബിഹാൻസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കും, അല്ലേ? അവിടെ നോക്കുമ്പോഴാണ് നല്ല കിടിലും കുറേ ഡിസൈൻസ്. അതിലൊരു ഡിസൈൻ എന്നെ സ്ട്രൈക്ക് ചെയ്തു, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസൈൻ എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ ഡിസൈൻ ചെയ്ത ആൾക്കൊരു മെസ്സേജ് ഇടുവോ അല്ലെങ്കിൽ അയാളെ ഒരു മെയിൽ അയക്കുകയോ ചെയ്യുന്നു. അയാൾ എനിക്ക് റിവേർട്ട് ചെയ്യുന്നു, നമ്മളൊരു ഡീല് വർക്കൗട്ട് ചെയ്യുന്നു, അയാൾക്ക് ജോലി കിട്ടി, എൻ്റെ പണി നടന്നു. ഇതാണ് ഈ ബിഹാൻസ് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നുണ്ട് ഡിസൈനേഴ്സിനുള്ള ഗുണം. ബിഹാൻസ് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുമ്പോൾ കമ്പനീസിനും ഈ ജോബ് തരുന്ന ആൾക്കാർക്കുള്ള ഗുണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ബിഹാൻസ് പോലുള്ള പ്ലാറ്റ്ഫോം മാക്സിമം യൂസ് ചെയ്യുക ടു ഷോക്കേസ് യുവർ വർക്ക്. നിങ്ങളുടെ വർക്ക് ലോകത്തിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഹാൻസ്. അതേപോലെ വേറൊരു പ്ലാറ്റ്ഫോമാണ്, എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും, പിൻട്രസ്റ്റ് എന്നൊരു പ്ലാറ്റ്ഫോമുണ്ട്, കേട്ടിട്ടുണ്ടാവില്ലേ കുറേ പേര്? പിൻട്രസ്റ്റും ഇതേപോലെ ഇറ്റ്സ് എ സോഷ്യൽ മീഡിയ ഫോർ ഡിസൈനേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? സിമ്പിൾ വാക്കിൽ ഇറ്റ്സ് സോഷ്യൽ മീഡിയ ഫോർ ഡിസൈനേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് എങ്ങനെ ഷോക്കേസ് ചെയ്യാം, എങ്ങനെ കുറേ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാം, അങ്ങനെ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ബിഹാൻസും പിൻട്രസ്റ്റും ഒക്കെ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പിൻട്രസ്റ്റ്, ബിഹാൻസ്, ഈ രണ്ട് വാക്കുകൾ, പേരുകൾ, വെബ്സൈറ്റുകൾ നിങ്ങൾ മറക്കാതെ ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ലിങ്കുകൾ താഴെ ഉണ്ടാവും, അവിടെ റെഫർ ചെയ്യുക. ഇഫ് യു ആർ ഓൾറെഡി എൻ എക്സ്പീരിയൻസ് ഡിസൈനർ, നിങ്ങളിപ്പോൾ +2 നല്ലോണം ഡിസൈനൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട് UX ഒക്കെ പഠിച്ചു, നിങ്ങളിൽ കുറേ വർക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, ബിഹാൻസിലോ പിൻട്രസ്റ്റിലോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഈ സാധനങ്ങളങ്ങ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക്ഡിനിൽ ജോബുകൾ കാണും, പല ജോബുകൾ കാണും, ഒന്നും നോക്കാതെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും അവിടെ. കാരണം ഗ്രാജുവേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ലിങ്ക്ഡിൻ ത്രൂ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്, അല്ലേ? ലിങ്ക്ഡിൻ ത്രൂ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങോട്ടുള്ള സെഷനിൽ ഈ വീഡിയോയുടെ തന്നെ ബാക്കി ഭാഗത്ത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇല്ലെങ്കിലും എങ്ങനെ ജോലി കിട്ടാമെന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ലിങ്ക്ഡിൻ ഇസ് ഒരു 50-50 ആണ്. നല്ല കമ്പനീസ് നിങ്ങളുടെ ടാലൻറ്റ് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും, അല്ലേ? ആ കമ്പനി നിങ്ങളുടെ ടാലൻറ്റ് റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലോ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഡിസൈനേഴ്സിൻ്റെ ഒരു കളി തീരുന്നത്. ഇനി നമുക്ക് ടെക്കിലോട്ട് വരാം. ഓക്കെ, ടെക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ എവിടെ നോക്കിയാലും ഇപ്പം വെബ്സൈറ്റുകൾ, ആപ്പുകൾ, ഈ പറഞ്ഞ പോലെ ഡേറ്റാ സയൻസ് പ്രോജക്ട്സ്, മെഷീൻ ലേണിംഗ് പ്രോജക്ട്സ്, AI, GPT, ഇങ്ങനെ കുറേ വാക്കുകൾ, ജാർഗൻസ് ഇങ്ങനെ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് ഇത് കീഴിലോട്ടൊക്കെ എങ്ങനെ എത്തിപ്പെടാൻ എനിക്ക്, അല്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഞാനൊരു CS സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എങ്ങനെ ഏൺ ചെയ്യാം, മനസ്സിലായില്ലേ? ഇതിനെപ്പറ്റി നമുക്കൊന്ന് ഡെപ്തിൽ നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ഡിസൈനേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഒരു പോർട്ട്ഫോളിയോ വേണമെന്നല്ലേ? അതേ കാര്യം ഇവിടെ ടെക്കിലും ഉണ്ട്, ഇവിടെ IT-ലും ഉണ്ട്. ഒരു പോർട്ട്ഫോളിയോ ഇല്ലാതെ നമുക്ക് ഒരിടത്തും നമ്മുടെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആലോചിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഡിസൈനേഴ്സിന് നമ്മൾ ബിഹാൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അവർക്ക് പിൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അതേപോലെ സോഫ്റ്റ്വെയർ എന്തൂസിയാസ്റ്റുകൾക്ക് എന്തായിരിക്കും ഉള്ളത്? അങ്ങനത്തെ എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടോ വേർ ഐ ക്യാൻ ഷോക്കേസ് മൈ വർക്ക്? അത് കഴിഞ്ഞിട്ട് ആ വർക്ക് ഷോക്കേസ് ചെയ്ത വർക്ക് ഉപയോഗിച്ച് എനിക്ക് ജോലികൾ കണ്ടുപിടിക്കാനായിട്ടുള്ള, ഫ്രീലാൻസിങ് ജോബുകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള അവന്യൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അതാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? കുറച്ച് ഇൻട്രസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് വളരെ കോമണും വളരെ എനിക്ക് തോന്നുന്നു കുറേ പേര് കേട്ടിട്ടുണ്ടാവും ഈ സാധനം, കുറേ നാളായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളതാണ്, കുറേ പേര് ഫെമിലിയറും ആയിരിക്കും. എന്തായിരുന്നറിയോ? ഗിറ്റ്ഹബ് എന്ന് പറയും. ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് ഒരു കോഡ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം, കോഡ് ഷെയറിംഗ്, അല്ലെങ്കിൽ മോർ റൈറ്റ് വേർഡ് ഇസ് ഇറ്റ് ഈസ് എ വേർഷൻ കൺട്രോൾ പ്ലാറ്റ്ഫോം. ഓക്കെ, എന്താണ് വേർഷൻ കൺട്രോൾ എന്ന് നിങ്ങളിപ്പോൾ പോകണ്ട, അതൊക്കെ നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇത്ര ആലോചിച്ചാൽ മതി. ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് നമ്മുടെ കുറേ പടങ്ങൾ ഷെയർ ചെയ്യാനുള്ള സ്ഥലം, അതേപോലെ ബിഹാൻസ് ഞാൻ ചെയ്തതിൻ്റെ ഡിസൈൻ വർക്ക് ഷോക്കേസ് ചെയ്യാനുള്ള സ്ഥലം, അതേപോലെ ഗിറ്റ്ഹബിനെയും എൻ്റെ കോഡിംഗ് വർക്കുകൾ, ഞാൻ ചെയ്ത കോഡിംഗ് പ്രോജക്ട്സ് ഷോക്കേസ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ സോഷ്യൽ മീഡിയ ഫോർ കോഡിംഗ് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ഒരു സോഷ്യൽ മീഡിയ ആണ് അതെന്ന് വേണമെങ്കിൽ പറയാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്കുകൾ നമുക്ക് അവിടെ കിട്ടും, മനസ്സിലായില്ലേ? നമുക്ക് പല തരത്തിലുള്ള വർക്കുകൾ കിട്ടും. എങ്ങനെ ഒരു ആപ്പ് ബിൽഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ കോഡ് കിട്ടും, എങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ കോഡ് കിട്ടും, എന്ത് വേണോ ചെയ്യാതെ നമുക്ക് ഗിറ്റ്ഹബിൽ അതിൻ്റെ ഒരു ഭാഗം കിട്ടും. എക്സാക്ട്ലി നമുക്ക് വേണ്ടത് കിട്ടത്തില്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് വേണ്ടതിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടും അവിടെ, മനസ്സിലായില്ലേ? അതാണ് ഗിറ്റ്ഹബ്. ഗിറ്റ്ഹബ് എന്താണ്? വേറൊന്നുമല്ല, ഇറ്റ് ഇസ് എ വേർഷൻ കൺട്രോൾ പ്ലാറ്റ്ഫോം വേർ യു ക്യാൻ ഷോക്കേസ് യുവർ വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അല്ലേ? ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്തൂസിയാസ്റ്റ്. നിങ്ങൾ ഇതൊരു എഞ്ചിനീയർ ആയിട്ടില്ല, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്തൂസിയാസ്റ്റ്
നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കുകൾ ഷോക്കേസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഗിറ്റ്ഹബ് യൂസ് ചെയ്യാം. ഓക്കെ, ഗിറ്റ്ഹബ് യൂസ് ചെയ്തു, ശരി. അത് കഴിഞ്ഞിട്ട് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഗിറ്റ്ഹബിൽ ഞാൻ ഇട്ടു. ഗിറ്റ്ഹബ് മാത്രമേ ഉള്ളൂ. ഗിറ്റ്ഹബ് മാത്രമല്ല, ഗിറ്റ് ലാബ് എന്ന് പറയുന്ന വേറൊരു പ്ലാറ്റ്ഫോമും ഉണ്ട്, വിച്ച് ഓൾസോ സെർവ് സെയിം പർപ്പസ്. മനസ്സിലായില്ലേ? നമ്മുടെ കോഡ് ഷോക്കേസ് ചെയ്യാം, നമ്മുടെ കോഡ് സ്റ്റോർ ചെയ്യാം, നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഗിറ്റ്ഹബ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി. ഞാൻ നേരത്തെ ബിഹാൻസിൽ എൻ്റെ ഡിസൈനേഴ്സിൻ്റെ വർക്ക് ഇട്ടു. അവിടെ ഞാൻ ലോകത്തിനെ കാണിച്ചു. അതേപോലെ ഞാനൊരു ഡെവലപ്പർ ആണെങ്കിൽ, ഞാനൊരു സോഫ്റ്റ്വെയർ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ എൻ്റെ വർക്കുകൾ ഞാൻ ഇവിടെ ഗിറ്റ്ഹബിൽ ഇട്ടു. അത് ഞാൻ കുറേ ലോകത്തിനെ കാണിച്ചു. ശരി, ലോകത്തിനെ കാണിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇനി എനിക്ക് ജോലി വേണ്ടേ? അല്ലേ? അതിന് വേണ്ടിയല്ലേ ഞാൻ ഇരുന്ന് പോർട്ട്ഫോളിയോ ഫുൾ അങ്ങ് ബിൽഡ് ചെയ്യുന്നത്. ആ ജോലി കിട്ടാനായിട്ട് എന്താ വഴി? അല്ലെങ്കിൽ ഞാനൊരു ഫസ്റ്റ് ഇയറിൽ ഇരിക്കുമ്പോൾ തന്നെ ഫ്രീലാൻസിങ് ജോബ് കിട്ടാനായിട്ട് എന്താ വഴി? ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ഫ്രീലാൻസിങ് ജോബ്. നിങ്ങൾ കമ്മിറ്റഡ് അല്ല ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു കരിയർ പാത്തിലോ പോവുകയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ് വീടെത്തിയിട്ട് ഒരു 3-4 മണിക്കൂർ ഇരുന്ന് എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് കുറച്ച് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വഴി, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ്, അല്ലേ? അതിനെ പറ്റിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്തൊക്കെ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് ആണ് അവൈലബിൾ? എനി ഐഡിയ? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ ഉള്ളവർ ഒന്നും ആലോചിക്കേണ്ട, കമൻറ്റ് ബോക്സിലിട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോലും കേൾക്കാത്ത എന്തെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും എനിക്കും അറിയത്തില്ല, അല്ലേ? നമ്മളെല്ലാവരും ലേണിംഗ് കർവില്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സമയമാണ് നമ്മളെപ്പോഴും, അല്ലേ? അപ്പോൾ ചിലപ്പോൾ എനിക്ക് പോലും അറിയാത്ത പല ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസും കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. നമുക്ക് അതിനെപ്പറ്റി കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൾസോ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അവിടെ നിന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്തൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് നമുക്ക് ഉള്ളത് ജോബ് കണ്ടുപിടിക്കാനായിട്ട്? എന്തൊക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്? എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ്? നമുക്ക് ജോലി ചെയ്ത അവസാനം അവർ ജോലിയും കൊണ്ട് പോകുമോ? നമുക്ക് പൈസ കിട്ടുമോ? ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. പേടിക്കണ്ട, ഇതിനൊക്കെയുള്ള ആൻസർ പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, അല്ലേ, ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ടും മോസ്റ്റ് റിലയബിൾ ആയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്വർക്ക് എന്ന് പറയും. എന്താണ് അപ്വർക്ക്? അപ്വർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്തിനാണെന്നറിയോ? ഇറ്റ്സ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഫ്രീലാൻസേഴ്സ്. ബീറ്റ് എ ഡിസൈനർ, നിങ്ങളൊരു ഡിസൈനർ ആയിക്കോട്ടെ, നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആയിക്കോട്ടെ, ഒരു സോഫ്റ്റ്വെയർ എന്തൂസിയാസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു ടീച്ചർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ പഠിപ്പിക്കാനായിട്ടുള്ളൊരു നാക്ക് ഉണ്ട്, അല്ലേ? യു വിൽ ഫൈൻഡ് എ നെസസറി ജോബ് ബേസ്ഡ് ഓഫ് യുവർ ടാലൻറ്റ്, അല്ലെങ്കിൽ ബേസ്ഡ് ഓഫ് യുവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറഞ്ഞ അപ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്വർക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം. പൈസ ഇൻവോൾവ് ചെയ്യുന്ന കാര്യമില്ലേ? ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തായാലും അത്യാവശ്യമാണ്. ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, നിങ്ങളുടെ ഒരു KYC ചെയ്യുക. അത് കഴിഞ്ഞാൽ നേരെ പോയി അവിടെയും നിങ്ങളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്വർക്കിൽ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം, അല്ലേ? അപ്പം നിങ്ങൾ നേരത്തെ ഗിറ്റ്ഹബിൽ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, ബിഹാൻസിൽ ഡിസൈനേഴ്സിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ പറയുന്നു അപ്വർക്കിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. ഇത് എന്താ ഇത്? ചുമ്മാ ഞാൻ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്ന് തോന്നാം, അല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ട. എൻ്റെ ബിഹാൻസിലുള്ള വർക്കിനെ എനിക്ക് അതേപോലെ എടുത്ത് അപ്വർക്കിൽ ഷോക്കേസ് ചെയ്യാം. എൻ്റെ ഗിറ്റ്ഹബിലുള്ള വർക്കിനെയും എനിക്ക് അതേപോലെ എടുത്ത് എൻ്റെ അപ്വർക്കിൽ ഷോക്കേസ് ചെയ്യാം. അപ്വർക്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ റിവ്യൂ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത്. ഫസ്റ്റ് ജോലി കിട്ടാൻ കുറച്ചധികം പാടാണ്. കാരണം നമ്മൾ ബിഗിനർ അല്ലേ, നമുക്ക് റിവ്യൂ ഒന്നും ഇല്ലല്ലോ. നമ്മൾ നല്ല വർക്ക് ചെയ്തതിൻ്റെ റിവ്യൂ നമുക്കില്ല ഇതുവരെ, അല്ലേ? അപ്പോൾ നമുക്ക് ജോലി കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ ആസ് യു ഗെറ്റ് എ ഫസ്റ്റ് ജോബ്, ഇഫ് യു ഡു എ ഗുഡ് ജോബ്, നല്ലൊരു പണി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ, അല്ലേ, നിങ്ങൾക്ക് നല്ലൊരു റേറ്റിംഗ് തരും. ആ റേറ്റിംഗ് വെച്ച് നിങ്ങൾക്ക് ഇനി സബ്സിക്വൻറ്റ് ജോലികൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് അപ്വർക്കിൻ്റെ ഒരു ഗുണം. അപ്പോൾ നല്ലൊരു ഹൈ റേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു 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 ഫ്രീലാൻസർ ആണെങ്കിൽ ആ വ്യക്തിക്ക് നിറയെ ജോബ് കിട്ടും. ഇൻഫാക്ട് അങ്ങനെ ചെയ്ത് മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. വേറെ ജോലിയിലൊന്നും പോകാതെ അപ്വർക്കിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊരു അവന്യൂ ആണ്. അപ്വർക്ക് ഇസ് വൺ സച്ച് അവന്യൂ വേർ യു ക്യാൻ ഫൈൻഡ് ഫ്രീലാൻസിങ് ജോബ്. ഓക്കെ, വേറെന്താ ഉള്ളത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ഇതേപോലെ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് വേറെന്താണുള്ളത്? വേറെന്ത് പ്ലാറ്റ്ഫോം ആയിരിക്കും ഉള്ളത്? എനി ഐഡിയ? വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഫൈവർ. ഫൈവർ ഇസ് ഓൾസോ സംതിങ് സിമിലർ ടു അപ്വർക്ക്. അപ്വർക്കിൻ്റെ അത്രയും പ്രൊമിനൻ്റ് അല്ല, കുറച്ചും കൂടെ അപ്വർക്ക് കുറേ കൂടെ ഗ്ലോബൽ സ്കെയിലിൽ ഫേമസ് ആണ്, കുറച്ചും കൂടെ ട്രസ്റ്റഡ് ആണെന്ന് ഞാൻ പറയും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് അപ്വർക്ക് ഇസ് മച്ച് മോർ ട്രസ്റ്റബിൾ ആൻഡ് ഫൈവർ. ബട്ട് ഫൈവറും ട്രസ്റ്റ് വർത്തി അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അപ്വർക്ക് കുറച്ച് പൊങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ബട്ട് ഫൈവർ ഇസ് ഓൾസോ എ വാലിഡ് പ്ലാറ്റ്ഫോം where you can find എന്താ ഇൻട്രസ്റ്റിംഗ് ഫ്രീലാൻസിങ് ജോബ്സ്. ബി ഇറ്റ് എ ഡിസൈനർ, ബി ടി യുവർ കണ്ടന്റ് ക്രിയേറ്റർ, എന്തുവേണം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതുവഴി ജോബ് കണ്ടുപിടിക്കാം. ഈ വക ജോബ്സ് കൂടുതലും എന്താണെന്നറിയോ? അവർലി പേയ്മെൻറ്റ്സ് ആയിരിക്കും. മനസ്സിലായി? നിങ്ങൾ ചെയ്യുന്ന മണിക്കൂറിനായിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു ദിവസം, ലെറ്റ്സ് സേ നിങ്ങളൊരു ബിടെക് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരു സ്പെയർ ചെയ്യാനായിട്ട് 3 മണിക്കൂറേ ഉള്ളൂ എന്ന് വയ്ക്കുക. ആ 3 മണിക്കൂർ നിങ്ങൾക്കൊരു $5 കിട്ടുകയാണെന്ന് വയ്ക്കുക. ഓക്കെ,
3 മണിക്കൂർ എത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല, $5 കിട്ടുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ഒരു $15 കിട്ടും. അങ്ങനെ വിളിക്കുക. നിങ്ങൾക്ക് 3 hours സ്പെൻഡ് ചെയ്യണം, അവർലി $5 വെച്ചിട്ട് 3 മണിക്കൂറിൽ $15 കിട്ടുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ നടന്നു പോകും. കാരണം അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യങ് ഏജിൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് എഡ്യൂക്കേഷൻ സമയത്ത് അല്ലേ, വെൻ യു ലേൺ, അപ്പം തൊട്ടേ നിങ്ങൾക്ക് ഒരു ഹിക്കപ്സും ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി പോകാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്ക് വീട്ടിൽ അനാവശ്യമായിട്ട് പൈസ ചോദിക്കാൻ ആവശ്യം വരുന്നില്ല, നമുക്ക് സ്വന്തം കാര്യം നോക്കി പോകാൻ പറ്റും. വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കണോ വേണ്ട. വി ആർ സെൽഫ് റിലയൻറ്റ്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസിനെ പറ്റി പഠിച്ചു. എന്തൊക്കെയാണ്? അപ്വർക്കിനെ പറ്റി പഠിച്ചു, ഫൈവറിനെ പറ്റി പഠിച്ചു. ഇവിടെ തീരുന്നില്ല. ഓക്കെ, ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് ആർ മെനി എന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു 2-3 മണിക്കൂർ വീഡിയോ അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് എല്ലാത്തിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇപ്പോൾ 2 പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെയാണ് ബാക്കി പ്ലാറ്റ്ഫോംസും. എല്ലാത്തിൻ്റെയും ഞാൻ പേഴ്സണലി വെറ്റ് ചെയ്ത കുറച്ച് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്കുകളും പേരുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് അതർ ദാൻ അപ്വർക്ക് ആൻഡ് ഫൈവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾ അവിടെ പോയി റെഫർ ചെയ്യുക, ഓരോ പ്ലാറ്റ്ഫോമിലോട്ട് നോക്കുക, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നോക്കി ചൂസ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു, ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ ഓഫ് യുവർ ഓൺ. ഓക്കെ, നല്ലൊരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം എന്തായിരുന്നു? ഒരു പ്രോപ്പർ ജോബിനെ പറ്റിയായിരുന്നു അല്ലേ. നിങ്ങളിപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത്, നിങ്ങൾ ഡിസൈനർ ആണെങ്കിൽ ഡിസൈൻ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് ഒരു പ്രോപ്പർ ജോബിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഓൾദോ ഇറ്റ് ഇസ് എ ഫ്രീലാൻസിങ് ജോബ്, ഇറ്റ് ഇസ് സ്റ്റിൽ എ ജോബ്. യു ആർ റിപ്പോർട്ടിംഗ് ടു സമ്മൺ അല്ലേ. നിങ്ങൾക്ക് മുമ്പിൽ ഒരു സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട്. ആ വ്യക്തി തരുന്ന ജോലി ആ തരുന്ന ഡെഡ് ലൈനിൽ തീർക്കാൻ പറ്റണം, അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. അങ്ങനെ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ജോലി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈവർ പോലത്തെ കമ്മ്യൂണിറ്റീസിൽ നമ്മുടെ, അല്ലെങ്കിൽ അപ്വർക്ക് പോലത്തെ കമ്മ്യൂണിറ്റീസിൽ നമ്മുടെ റിവ്യൂസ് അല്ലെങ്കിൽ റേറ്റിംഗ്സ് മോശമായി മാറും അല്ലേ. അങ്ങനെ വരുമ്പോൾ ഇതല്ലാതെ വേറെ എന്ത് വഴി ഉണ്ടാവും? ഇതേപോലെ ഫ്രീലാൻസിങ് ജോബ് അല്ലാതെ വേറെ ഏത് രീതിയിൽ ഒരു ബിടെക് സ്റ്റുഡൻറ്റിന് ഏൺ ചെയ്യാം, റിഗാർഡ്ലെസ് ഓഫ് ദർ ബ്രാഞ്ച് എങ്ങനെ ഏൺ ചെയ്യാം? അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു സിസ്റ്റം ഉണ്ട് ഇൻ പ്ലേസ്. ഓൾറെഡി എഞ്ചിനീയറിംഗ് കോളേജിലുള്ളൊരു സിസ്റ്റമാണ്. നിങ്ങൾ കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും ഹാക്കത്തോൺസ്. കേട്ടിട്ടുണ്ടോ ഹാക്കത്തോൺസ് എന്താണെന്ന്? ഹാക്കത്തോൺസ് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ താഴെ കമൻറ്റിലിട്ടോ എന്താണെന്നുള്ളത്, ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യും. വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ ഓവർ ദെയർ ഓൾസോ. ഓക്കെ, അപ്പോൾ എന്താണ് ഹാക്കത്തോൺസ്? ഹാക്കത്തോൺസ് വേറൊന്നുമല്ല. ഹാക്കത്തോൺസ് ആർ യൂഷ്വലി കണ്ടക്റ്റഡ് ബൈ വേരിയസ് കമ്പനീസ്. ഈ വലിയ വലിയ കമ്പനികളോ അല്ലെങ്കിൽ എന്തെങ്കിലും NGOസോ അങ്ങനെയുള്ളവരായിരിക്കും ഈ പറയുന്ന ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്യുന്നത്. ഹാക്കത്തോൺസ് ആർ സംതിങ് ലൈക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എഞ്ചിനീയറിംഗ് കോളേജസിൽ പോയിട്ട് ഇവർ കുറേ കുട്ടികളെ വിളിച്ചിട്ട് ദേ വിൽ ഗിവ് ദം എ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊടുക്കും. ഓക്കെ, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയും. ആ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിലെന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക, സൊല്യൂഷൻ എന്തെങ്കിലും ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറയും. 2 ദിവസമോ 3 ദിവസമോ സമയം തരും അല്ലേ. അപ്പോൾ അവർ നോക്കുന്നത് നിങ്ങൾ എൻഡ് ടു എൻഡ് ആയിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കി കൊടുക്കണമെന്നോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്നോ അല്ല പറയുന്നത്. അവർ തന്ന പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഒരു 100 കുട്ടികൾ ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ചിലപ്പോൾ 500 കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലേ. അതിൽ ബെസ്റ്റായിട്ടുള്ള 3 പേർക്ക് നല്ല ഹെഫ്റ്റി ക്യാഷ് പ്രൈസും ഗുഡീസും കിട്ടും. ഞാൻ പേഴ്സണലി കുറേ ഹാക്കത്തോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നെക്കാട്ടിലും മച്ച് മോർ ആയിട്ട് ഈ പറയുന്ന പോലെ ഹാക്കത്തോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ യൂസ് ടു ഏൺ ലൈക്ക്, ഐ എം നോട്ട് ജോക്കിംഗ്, ദേ യൂസ് ടു ഏൺ ലൈക്ക് 50,000 a month just by participating in one hackathon a month. അവർ അത്രയും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ടീം കാണും അല്ലേ. ഒരു 3-4 പേരെ ടീം കാണും. ഇവർ ഹാക്കത്തോൺ തേടി നടക്കും. ഒരു ഹാക്കത്തോണിന് പോകുന്നു, അവിടെ ചിലപ്പോൾ ഫസ്റ്റ് അടിക്കുന്നു. 1.5 ലക്ഷം രൂപയായിരിക്കും ചിലപ്പോൾ അവിടുത്തെ പ്രൈസ് മണി. ഈ 1.5 ലക്ഷം രൂപ ഈ 3 ഫ്രണ്ട്സും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. ഇതാ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത മാസം ഒരു വേറൊരു ഹാക്കത്തോണിൽ പോകുന്നു. അവിടെ ചിലപ്പോൾ പ്രൈസ് മണി ആയിരിക്കത്തില്ല. അവിടെ ജയിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഐഫോൺ കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ജയിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ ഒരു ലാപ്ടോപ്പ് കൊടുക്കുമായിരിക്കും. അത് ഇവർ ഡിവൈഡ് ചെയ്തെടുക്കുന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ മാസം വേറൊരു ഹാക്കത്തോണിന് പോകുന്നു. മനസ്സിലായില്ലേ? പോകുന്ന എല്ലാ ഹാക്കത്തോണിനും ജയിക്കണമെന്നില്ല. പക്ഷേ 3 മാസത്തിൽ ഒരിക്കൽ ഒരു ഹാക്കത്തോണിന് പോയിട്ട് ജയിച്ചൊരു 50,000 കിട്ടിക്കഴിഞ്ഞാൽ ആസ് എ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ബിടെക് സ്റ്റുഡൻറ്റ് നിങ്ങളുടെ കാര്യം നടന്നു പോകില്ലേ? ഇല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് എ വേ ഓഫ് ഏണിങ്. അവിടെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ പണി അറിഞ്ഞിരിക്കണം അല്ലേ. ഈ 3 പേരുടെ ടീം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവന്മാർ നല്ല സ്ട്രോങ് 3 പേരായിരിക്കും അല്ലേ. ഈ 3 പേര് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇവർ പോകുന്ന എല്ലാ ഹാക്കത്തോൺസിലും ഇവർ ജയിക്കുന്നത്. അല്ലാതെ ചുമ്മാ അവിടെ പോയി ഗിമിക്ക് കാണിച്ച് ജയിക്കാൻ പറ്റത്തില്ല. അവിടെ പോയിട്ട് വാലിഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കണം അല്ലേ, വാലിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കണം. അവിടെ ഇരിക്കുന്നവർ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ് അല്ലേ. അവർ നിങ്ങൾ അങ്ങനെയായിരിക്കും നിങ്ങളുടെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാക്കത്തോൺസ് ത്രൂ നിങ്ങൾക്ക് നല്ലൊരു റവന്യൂ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് പേഴ്സണലി അറിയാം, എൻ്റെ ഫ്രണ്ട്സ്
ഹു ഏൺ സോ മച്ച് ദാറ്റ് ഈ പറഞ്ഞ പോലെ 50,000 ഏൺ ചെയ്തിട്ട് അവരൊരു തേർഡ് ഇയറൊക്കെ ആയപ്പോൾ അവരുടെ ഒരു നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി, ഒരു 3-4 lakhs ദേ ഹാഡ് ഇൻ ദർ ബാങ്ക് അക്കൗണ്ട് വെൻ ദേ വർ ഇൻ ദ തേർഡ് ഇയർ ഓഫ് ദർ എഞ്ചിനീയറിംഗ്. ബിടെക് തേർഡ് ഇയർ ആയപ്പോൾ ഒരു അക്കൗണ്ടിൽ ഒരു 3-4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. എങ്ങനെ? അവർ ഈ പറയുന്ന പോലെ ഹാക്കത്തോണിൽ പോയി അവർക്ക് വലിയ ചിലവില്ലാത്തതുകൊണ്ട് ആ പൈസ സേവ് ചെയ്ത് വെച്ചു. മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങൾക്കും ചെയ്യാം. ഇതൊരു വലിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഓൾസോ ഹാക്കത്തോൺസ് ആർ എ ഗുഡ് പ്ലേസ് ടു നെറ്റ്വർക്ക്, ടു ഫൈൻഡ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. നമ്മളെപ്പോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സ്ഥലവും കൂടെയാണ് ഈ പറയുന്ന ഹാക്കത്തോൺസ്. ജസ്റ്റ് അതർ ദാൻ ഈ ക്യാഷ് എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ പ്രൈസ് മണി എന്ന് പറയുന്നൊരു വാല്യൂ മാറ്റി വെച്ചാൽ നെറ്റ്വർക്കിംഗ് ആണ് ഒരു വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു വാല്യൂ. മനസ്സിലായില്ലേ? ആ നെറ്റ്വർക്കിംഗ് കിട്ടാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹാക്കത്തോൺസ്, അല്ലേ? ഹാക്കത്തോൺസ് എന്ന സിസ്റ്റം. അപ്പോൾ ഈ ഹാക്കത്തോൺസിന് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം? എനി ഐഡിയ? ആർക്കെങ്കിലും അറിയോ? ഹാക്കത്തോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ദർ ആർ പ്ലാറ്റ്ഫോംസ് വിച്ച് ഹെൽപ്പ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ ഹാക്കത്തോൺസ്. വൺ സച്ച് പ്ലാറ്റ്ഫോം ഇസ് ഹാക്കർ എർത്ത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, പേടിക്കണ്ട. ഹാക്കർ എർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പല കമ്പനീസും, ബിഗ് കമ്പനീസ്, ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും കൊച്ചിയിലും ഒക്കെ ഉള്ള വലിയ കമ്പനീസ് ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അവരുടെ മുമ്പിൽ 2 ഗോളായിരിക്കും ഉള്ളത്. ഈ കണ്ടക്ട് ചെയ്യുന്ന കമ്പനീസിന് മുമ്പിൽ 2 ഗോളായിരിക്കും ഉള്ളത്. ഇവരുടെ കയ്യിലൊരു പ്രോബ്ലം കാണും. മേ ബി അത് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട റോൾ ആയിരിക്കാം, അല്ലേ? ആ പ്രോബ്ലത്തിന് അവർക്കൊരു സൊല്യൂഷൻ വേണം. അപ്പോൾ ഇവർ ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതൊരു ക്രൗഡ് സോഴ്സിങ് പോലെയാണ്, അല്ലേ? കുറേ കുട്ടികൾ വന്ന് അവരുടെ ബുദ്ധിയിൽ ഇവർക്ക് ചിലപ്പോൾ ഐഡിയ കിട്ടിയാലോ എന്ന് വിശ്വസിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ എയ്തർ ആ കുട്ടികൾക്ക് ഒരു ക്യാഷ് പ്രൈസ് അവാർഡ് ചെയ്യും, ഒരു പറഞ്ഞ 1.5 ലക്ഷമോ 1 ലക്ഷമോ അവാർഡ് ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് ജോബ് അവാർഡ് ചെയ്യും. സോ സെക്കൻഡ് ഇയറിലേ നിങ്ങൾക്കൊരു ജോലി അഷുറൻസ് ആയിട്ട് കയ്യിലുണ്ടെങ്കിലോ സേഫ് ആയോ നിങ്ങളുടെ ലൈഫ്, ഇല്ലേ? പിന്നെ അങ്ങോട്ട് സമാധാനമായിട്ടിരുന്നൂടെ? അതിനും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഹാക്കർ എർത്ത്. ഈ പറയുന്നത് പോലെ നമുക്ക് ജോലിയും കിട്ടും. നോട്ട് ജസ്റ്റ് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ സമയത്ത് കിട്ടുന്ന ഒരു 50,000 അല്ല, ഒരു ലൈഫ് ലോങ് ജോബിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടെയാണ്. ഇഫ് യു പെർഫോം റിയലി വെൽ ഇൻ വൺ ഓഫ് ദീസ് ഹാക്കത്തോൺസ് യു വിൽ ഗെറ്റ് എ ജോബ് ഓപ്പർച്യൂണിറ്റി. എൻ്റെ ഫ്രണ്ട്സ്, ഐ റിമെമ്പർ, മുമ്പ് UST ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് അറിയായിരിക്കും. അവർ കണ്ടക്ട് ചെയ്തൊരു ഹാക്കത്തോൺ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. മൈ ഫ്രണ്ട്സ് കേം ആൻഡ് പാർട്ടിസിപ്പേറ്റഡ്. അവർ വന്നു, 3 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. Day 1 അവർക്ക് ആ സമയത്ത് സാംസങ് S22 അങ്ങനെ എന്തോ ഒരു വലിയ ഫോണും കിട്ടി. അത് മാത്രമല്ല ആ 3 പേർക്കും USTയിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയും കിട്ടി, ഓഫറും കിട്ടി. അപ്പോൾ അതാണ് ഈ ഹാക്കത്തോൺസിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇല്ലേ ഈ വീഡിയോയിൽ കവർ ചെയ്തു, അല്ലേ? എന്തൊക്കെയാണെന്ന് ചെറിയ റീക്യാപ്പ് തരാം. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് കണ്ടുപിടിക്കുക. ആ റെസ്പെക്റ്റീവ് ഏരിയയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ് എന്താണ്? ബിഹാൻസ് ആൻഡ് പിൻട്രസ്റ്റ് ഫോർ ഡിസൈനേഴ്സ്, GitHub, GitLab, സച്ച് പ്ലാറ്റ്ഫോംസ് ഫോർ സോഫ്റ്റ്വെയർ എന്തൂസിയാസ്റ്റ്, അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വർക്ക് ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? ഇനി നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ നോക്കണം, ഫ്രീലാൻസിങ് വർക്കുകൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 പ്ലാറ്റ്ഫോംസിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അപ്വർക്ക് ആൻഡ് ഫൈവർ. അതല്ലാതെ ബാക്കി പ്ലാറ്റ്ഫോംസിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിന പറഞ്ഞു, ഹാക്കത്തോൺസ്, അല്ലേ? ഹാക്കത്തോൺസ് എന്താണ്? ഒരു സിസ്റ്റമാണ് ഇൻ പ്ലേസ് ഇൻ കോളേജസ് വെയർ സ്റ്റുഡൻസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ വേരിയസ് ഇവൻറ്റ്സ് ആൻഡ് ഏൺ മണി ബൈ വിന്നിങ്. അതാണ് ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്യുന്ന വേറൊരു വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്താണ്? ഹാക്കർ എർത്തിൽ ഹാക്കത്തോൺസ് മാത്രമല്ല, ഹാക്കത്തോൺസ് ഉണ്ട്, അതേപോലെ ജോബ് ഫെയർസും ഉണ്ട്. നിങ്ങൾ അവരുടെ ഹാക്കത്തോണിൽ ടേക്ക് പാർട്ട് ചെയ്ത് നിങ്ങൾ ജയിച്ചു എന്ന് വയ്ക്കുക, യു ഹാവ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ജോബ്. ഒരു സെക്യൂർ ജോബ് കിട്ടുന്ന ഒരു ചാൻസും കൂടെയാണ് ഹാക്കത്തോൺസ്, അല്ലേ? അപ്പോൾ വെൻ യു ജോയിൻ യുവർ കോളേജ്, നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ടേ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. ചുമ്മാ കളിച്ച് തിരിച്ച് കളയാതെ ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ഐ സ്റ്റാർട്ടഡ് മൈ കോളേജ്, ഞാനൊരു ഫസ്റ്റ് 2 months ലക്കിലി ഐ ടുക്ക് എ കോഴ്സ്. ഞാനൊരു ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ഒരു കോഴ്സ് എടുത്തു, ആപ്പ് ഡെവലപ്മെൻറ്റ് ഒരു കോഴ്സ് എടുത്തു. അവിടെ നിന്ന് എനിക്ക് ആപ്പ് ഡെവലപ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നെയല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഒന്ന് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ GitHubലും അങ്ങനെ അവിടെയൊക്കെ കുറേ എൻ്റെ പ്രോജക്ട്സ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലക്കിലി സെക്കൻഡ് ഇയറിൽ എനിക്കൊരു ജോബ് കിട്ടി. ഐ വാസ് ഇൻ കോളേജ്, സെക്കൻഡ് ഇയറിൽ എനിക്കൊരു ജോബ് കിട്ടി. ഓൾദോ ഇറ്റ് വാസ് നോട്ട് ആസ് മച്ച് ഹൈ പേയിങ് അല്ലെങ്കിൽ പോലും ആ സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുമായിരുന്നു. അതിന് കാരണം എന്താ? ഫസ്റ്റ് ഇയറിലേ ഞാൻ ആ ഒരു ലീപ്പ് എടുത്തതുകൊണ്ടാണ്. ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് പഠിക്കാനായിട്ടുള്ള ലീപ്പ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു. അത് രണ്ടും വെച്ച് എനിക്ക് സെക്കൻഡ് ഇയറിലെ ഒരു ജോബ് കിട്ടി. ഓവർ മൈ കോളേജ് ഡേയ്സ് എനിക്ക് ഒരു എക്സ്പെൻസസ് പോലും വീട്ടിൽ ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ? എനിക്ക് ആ ജോബ് കിട്ടിയില്ലേ. ഫസ്റ്റ് ഇയറിൽ അവരെന്നെ സസ്റ്റെയിൻ ചെയ്തതല്ലാതെ ദേ ഡിഡ്ന്റ് ഹാവ് ടു വറി അബൌട്ട് മീ.
അത് മാത്രമല്ല എനിക്കിപ്പോൾ എൻ്റെ ഗേൾഫ്രണ്ടായിട്ട് സിനിമയ്ക്ക് പോകണമെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത് അപ്പോൾ അടുത്ത് പോണ്ടിച്ചേരി പോകണമെങ്കിലോ മഹാബലിപുരം ബീച്ചിൽ പോകണമെങ്കിലോ എനിക്ക് ആരുടെ ചോദിക്കേണ്ട എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് ഞാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ടൂൾസിൻ്റെയൊക്കെ അറ്റ്മോസ്റ്റ് യൂസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ റൈറ്റ് രീതിയിൽ യൂസ് ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് ഏർണിംഗ് വൈൽ യു ആർ ലേണിംഗ്. താങ്ക് യു ഫോർ ജോയിനിങ്.